ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയ കാർ ഡൽഹിയിൽ 11 മണിക്കൂർ ഉണ്ടായിരുന്നു. കൊണാട്ട് പ്ലേസിലും അതേപോലെ മയൂർ വിഹാറിലും ഈ കാറ് ഉണ്ടായതായി CCTV ദൃശ്യങ്ങൾ പറയുന്നു. സ്ഫോടനത്തിന് ഉപയോഗിച്ച രാസവസ്തുക്കൾ സൈന്യം ഉപയോഗിക്കുന്നതാണോ എന്ന അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുകയാണ്. വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിനീത, ഗുഡ് മോർണിംഗ്. കാര്യം ഇത്രയധികം മണിക്കൂർ ഡൽഹിയിലെ പ്രധാനപ്പെട്ട സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നിട്ടും ഈ കാറ് കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു അത്ഭുതമായി അവശേഷിക്കുന്നു. തീർച്ചയായും എസ്കേൻ, ഈ കാറിന്റെ പൂർണ്ണ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്നത്. ഈ കാർ ഫരീദാബാദിൽ നിന്നാണ് ഡൽഹിയിലേക്ക് വരുന്നത്. ഡൽഹിയിൽ എത്തി അത് എവിടെയൊക്കെ പോയി, അതായത് ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിലും മയൂർ വിഹാറിലും ഉൾപ്പെടെയുള്ള ലോക്കൽ ഏരിയകളിലെല്ലാം ഈ കാർ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ ചില വിവരങ്ങളൊക്കെയാണ് ലഭ്യമായിരിക്കുന്നത്. കൃത്യം സമയം അടക്കം നമ്മൾ പറയുകയാണെങ്കിൽ 2 AM കൂടിയാണ് ധരിയ ദൗഞ്ച ഗ്രാമം, ഹരിയാനയിലെ ഈ ദൗഞ്ച് ഗ്രാമത്തിൽ നിന്ന് ഈ വാഹനം ഡൽഹിയിലേക്ക് എത്തുന്നത്. 2 മണിക്കാണ് ഈ വാഹനം അവിടെ നിന്ന് പുറപ്പെടുന്നത്. തിരിച്ച് 7:30 രാവിലെ 7:30 ഫരീദാബാദിലേക്ക് വാഹനം എത്തുകയാണ്. ഫരീദാബാദ് ഏഷ്യൻ ഹോസ്പിറ്റലിന് സമീപമാണ് ഈ വാഹനത്തെ കാണുന്നത്. അതിനുശേഷം 8:03 കൂടിയാണ് ബദർപൂർ ടോൾ പ്ലാസ. ബദർപൂർ എന്ന് പറയുന്നത് ബോർഡറാണ്, ഹരിയാന ഡൽഹി ബോർഡറാണ്. ഈ ബോർഡറിലേക്ക് ബദർപൂരിലേക്ക് വാഹനം എത്തുകയാണ്. 2:20 വാഹനം പൂർണ്ണമായും ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നു. ഓഖ്ല മോദി മില്ലിലാണ് ഈ വാഹനം 2:20 കാണുന്നത്. അതിനുശേഷം 8:30 ഈ വാഹനം വീണ്ടും DND ഫ്ലൈ ഓവറിലേക്ക് എത്തുകയാണ്. 8 മണിയോടുകൂടി വാഹനം പൂർണ്ണമായും ഈ ബോർഡർ പിന്നിട്ട് ഡൽഹിയിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത്. 8:45 ക്രൗൺ പ്ലാസ ഹോട്ടലിന് സമീപം ഈ വാഹനത്തെ കാണുന്നത്. അത് മയൂർ വിഹാറാണ് ഈ സ്ഥലം. മയൂർ വിഹാറിൽ ഈ വാഹനത്തെ കാണുകയാണ്. അതിനുശേഷം 9 മണിയോടുകൂടി വാഹനം വീണ്ടും DND ഫ്ലൈ ഓവറിലേക്ക് എത്തുകയാണ്. നേരത്തെ 8:30 DND ഫ്ലൈ ഓവറിൽ ഈ വാഹനത്തെ കാണുന്നു. പിന്നീട് ഈ മയൂർ വിഹാറിലേക്ക് എത്തുന്നു. 8:45 വീണ്ടും ഈ വാഹനത്തിന്റെ സഞ്ചാരം അത് 9 മണിയോടുകൂടി വീണ്ടും DND ഫ്ലൈ ഓവറിലേക്ക് എത്തുകയാണ്. ശേഷം 2 മണിയോടുകൂടി ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കൊണാട്ട് പ്ലേസിലേക്ക് ഈ വാഹനം എത്തുകയാണ്. ഇത്ര മണിക്കൂറോളം ഈ വാഹനം ഡൽഹിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മണിയോടുകൂടി ഉച്ചയ്ക്ക് കൊണാട്ട് പ്ലേസ് പോലീസ് സ്റ്റേഷന് സമീപമാണ് വാഹനത്തെ കാണുന്നത്. അവിടെ നിന്നാണ്, കൊണാട്ട് പ്ലേസിൽ നിന്നാണ് വാഹനം നേരെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഫോടനമുണ്ടായ മേഖല, ഈ ചാന്ദിനി ചൗക്കിന് സമീപമുള്ള നമ്മൾ ഈ നിൽക്കുന്ന നേതാജി സുഭാഷ് മാർഗ് ഈ മേഖലയിലേക്ക്, ഇവിടെയുള്ള ഈ റെഡ് ഫോർട്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് ഈ വാഹനം എത്തുന്നത് 3:19 എത്തുന്നത്. ശേഷം 6:48 വരെ ഈ വാഹനം പാർക്കിങ്ങിൽ ഉണ്ടായിരുന്നു. 6:48 ഈ വാഹനം പാർക്കിങ്ങിൽ നിന്നും പുറത്തേക്ക് നീങ്ങുന്നു. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള CCTV ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ നമുക്ക് ലഭ്യമായിരുന്നതാണ്. ഈ 6:48 വാഹനം പതിയെ പുറത്തേക്ക് നീങ്ങുകയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ആ സിഗ്നലിന്റെ സമീപമേക്ക് എത്തുകയും ചെയ്യുന്നു. 6:52 ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 11 മണിക്കൂറോളം വാഹനം ഡൽഹിയിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെ ആരെങ്കിലുമായി കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സഹായങ്ങൾ ഈ വാഹനം ഓടിച്ചിരുന്നുവെന്ന് അന്വേഷണ സംഘം പറയുന്ന ഈ ഉമറിന് ലഭിച്ചിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം വളരെ വിശദമായി തന്നെ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. 11 മണിക്കൂറോളം വാഹനം ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള സമയമടക്കമുള്ള വിശദ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഉയർന്ന ഗ്രേഡിലുള്ള രാസവസ്തുക്കളാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. സൈന്യം ഉപയോഗിക്കുന്ന തരത്തിലുള്ള രാസവസ്തുക്കളാണോ ഇത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, ഒക്ടോബർ 29 ഈ വാഹനം ഉമർ വാങ്ങുന്നത്. ഉമറിന്റെ സഹോദരന്റെ പേരിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 29 നവംബർ 10 ഇടയിൽ അൽ ഫലാഫ് സർവകലാശാലയുടെ പാർക്കിങ്ങിൽ ഈ വാഹനം ഉണ്ടായിരുന്നതായും ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. കാരണം ഈ അറസ്റ്റിലായ, ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ച കേസിൽ അറസ്റ്റിലായ ഡോക്ടർമാരെല്ലാം ജോലി ചെയ്തിരുന്നത് ഈ അൽ ഫലാഫ് എന്ന് പറയുന്ന ഈ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അവിടെ ഇന്നലെ അന്വേഷണ സംഘം എത്തി 52 പേരെ ചോദ്യം ചെയ്യുകയും 7 പേരെ പിന്നീട് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചും ഇത്തരം പ്രവർത്തനങ്ങൾ, വൈറ്റ് കോളർ ഭീകരത ഉൾപ്പെടെയുള്ള ആസൂത്രണ പദ്ധതികൾ ഈ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് നടന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭ്യമായിട്ടുണ്ട്. ഏതാണെങ്കിലും പഴുതടച്ചുകൊണ്ടുള്ള അന്വേഷണം, റൂട്ട് മാപ്പ് അടക്കം ഇപ്പോൾ അന്വേഷണ സംഘം തയ്യാറാക്കി വരികയാണ്. ഓക്കെ, താങ്ക് യു വിനീത VG. ഇന്നലെ ഡൽഹിയിൽ സ്ഫോടനം നടന്ന ചെങ്കോട്ടയിൽ നിന്നാണ് വിനീത തത്സമയം ചേർന്നത്. അവിടെ ഒരു മാധ്യമ പട തന്നെ ഉണ്ട് രാവിലെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ. ഇന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.